മന്ത്രി വി ശിവൻകുട്ടി നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് മിനിസ്റ്റർ. ഈ കെട്ടിടം സംബന്ധിച്ച് ഇപ്പോൾ ഉയരുന്ന ഈ വാദത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? ഒരു കുഴപ്പമില്ല. ശ്രീലങ്കയ്ക്ക് അങ്ങനെ ആവശ്യപ്പെടുന്നതിന് വേണ്ടിയുള്ള ഒരു അവകാശവുമില്ല, ഒരു അധികാരവുമില്ല. ഒരു MLA-മാർക്ക് സംസ്ഥാന ഗവൺമെന്റിന്റെ അധീനതയിലോ നഗരസഭയിലെ അധീനതയിലോ പഞ്ചായത്തിന്റെയോ സഹകരണ സ്ഥാപനങ്ങളുടെ അധീനതയിലുള്ള ഏതെങ്കിലും ഒരു ഓഫീസ് റൂം അവരുടെ MLA പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ പാർലമെന്റ് മെമ്പറാണെങ്കിൽ എംപിമാരുടെ ഓഫീസായി ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ സംസ്ഥാന ഗവൺമെന്റുകൾ എടുത്തിട്ടുണ്ട്. അത് LDF ആയിരുന്നാലും UDF ആയിരുന്നാലും ആ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. ഇത് എനിക്ക് തോന്നുന്നത് മുനിസിപ്പൽ കോർപ്പറേഷൻ ആക്ട് മനസ്സിലാക്കാതെയും പ്രോട്ടോകോൾ മനസ്സിലാക്കാതെയാണ് ഒഴിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഒഴിയണമെന്ന് പറഞ്ഞത്. ഈ അധികാരമുള്ള DGP വിചാരിച്ചാൽ പോലും പ്രോട്ടോകോൾ പ്രകാരം നിയമാനുസരണം പ്രവർത്തിക്കുന്ന ഒരു MLA-യുടെ ഓഫീസ് ഒഴിപ്പിക്കാൻ കഴിയില്ല. പിന്നെയാണ് ഒരു കോർപ്പറേഷൻ കൗൺസിലർക്കാരുടെ അധികാരം ഉണ്ടായത്. ഇതെനിക്ക് തോന്നുന്നു അധികാരം കിട്ടി 2-3 ദിവസം ആയില്ല. അതിനു മുമ്പ് തന്നെ UP-യിലും ഗുജറാത്തിലൊക്കെ തന്നെ ഏകാധിപത്യം അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്ന പോലെയുള്ള പ്രസ്താവനയും വെല്ലുവിളിയായിട്ട് മാത്രമേ കാണാൻ വേണ്ടി പറ്റുള്ളൂ. ആരെ കൊണ്ട് ഒഴിപ്പിക്കുമെന്നാണ് പറയുന്നത്. അതൊന്നും ഇവിടെ നടക്കുന്ന കാര്യമൊന്നുമില്ല. ഇവിടെ MPമാരുടെ 20 MPമാർക്കും സംസ്ഥാന ഗവൺമെന്റ് ഓഫീസ് നൽകിയിട്ടുണ്ട്. കോർപ്പറേഷൻ MLA-മാർക്ക് ഓഫീസ് മിനിസ്റ്റർ ഒരു കാര്യം ചോദിച്ചോട്ടെ. അതായത് ഇതിപ്പോൾ കോർപ്പറേഷൻ ആണല്ലോ, കോർപ്പറേഷന്റെ അധീനതയിലുള്ള കെട്ടിടമാണ്, കോർപ്പറേഷൻ കൗൺസിലാണ് തീരുമാനം എടുക്കേണ്ടത്. ഇപ്പോൾ കോർപ്പറേഷൻ ഭരിക്കുന്നത് BJP അല്ലേ? അവർക്ക് വേണമെങ്കിൽ മാറ്റിക്കൂടെ? മാറ്റാൻ ഒരു അധികാരമില്ല. മാറ്റാൻ ഒരു അധികാരവുമില്ല. കോർപ്പറേഷന്റെ മുകളിൽ ഗവൺമെന്റ് ഉണ്ട്. ഇത് വാടകയ്ക്ക് കൊടുക്കുന്ന കോർപ്പറേഷൻ ആവാമല്ലോ. വാടകയ്ക്ക് യഥാർത്ഥത്തിൽ പ്രശാന്തിന് ഒരു അബദ്ധം പറ്റി. വാടകയ്ക്ക് എടുക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. കോർപ്പറേഷന് ഒരു കത്ത് കൊടുത്ത ശേഷം കോർപ്പറേഷന് ഒരു ഒഴിഞ്ഞിടക്കുന്ന റൂം ഓഫീസ് റൂമായിട്ട് ഫംഗ്ഷൻ ചെയ്തതിന് വേണ്ടി ആവശ്യപ്പെടാം. അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യാം. ഇപ്പൊ നെടുങ്കാട് ഹൈസ്കൂളിൽ അവിടുത്തെ 2 റൂം BJP കൗൺസിലർമാർക്കാണല്ലോ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടി കൊടുത്തിട്ടുള്ളത്. വിദ്യാഭ്യാസ വകുപ്പ് കൊടുത്തിട്ടുള്ള അനുവാദമാണ്. അത് ജനാധിപത്യ സംവിധാനത്തിൽ അത് BJP ആയിരുന്നാലും കോൺഗ്രസ് ആയിരുന്നാലും ആരായിരുന്നാലും അത് കൊടുക്കേണ്ടതാണ്. ഒരു ഭൂരിപക്ഷം, നല്ല ഭൂരിപക്ഷം പോലും ഇല്ലല്ലോ. ഒരു മതിലിന്റെ ഇരിക്കുന്ന ഒരു തേങ്ങ പോലെ അപ്പുറം ഇപ്പുറം ഇരിക്കുകയല്ലേ. ആ ഒരു സാഹചര്യത്തിൽ പോലും ഇത്തരം അഹങ്കാരങ്ങൾ കാണിക്കുന്നത് ശരിയാണോ? എത്ര ധിക്കാരത്തോടുകൂടിയാണ് ഒരു MLA അവിടുന്ന് ഒഴിച്ചു പോകുന്നത്? താങ്കൾ കരുതുന്നുണ്ടോ ഇതൊക്കെ രാജീവ് ചന്ദ്രശേഖരൊക്കെ അറിഞ്ഞുകൊണ്ടാണെന്ന്? എല്ലാ രാജീവ് ചന്ദ്രശേഖർ അറിഞ്ഞുകൊണ്ടതല്ല. ആരെ കൊണ്ടൊന്ന് ഒഴിപ്പിക്കുന്നാണ് പറയുന്നത്? പട്ടാളത്തെ കൊണ്ടുവരേണ്ടത് ഒഴിപ്പിക്കാൻ വേണ്ടി. അങ്ങനെയൊക്കെ ഒഴിപ്പിക്കാൻ പറ്റുമോ? പറ്റൂലല്ലോ. പറ്റില്ലെന്ന് ഞാൻ വളരെ ഞാൻ എന്റെ MLA ഓഫീസ് എവിടെയാണെന്ന് അറിയാമോ? നിങ്ങൾക്ക് പാപ്പനംകോടുള്ള ഒരു സഹകരണ സംഘം ഓഫീസ് അവരുടെ ബോർഡ് കൂടി തീരുമാനിച്ച് അവർ സൗജന്യമായിട്ട് എനിക്ക് നൽകിയിട്ടുണ്ട് MLA ഓഫീസ് പ്രവർത്തിക്കുന്നതിന് വേണ്ടി. ഞാൻ ഒരു വാടകയും കൊടുക്കുന്നില്ല. ഇവിടെ കരാർ എന്തെങ്കിലും ഉണ്ടോ? ഈ ഓഫീസ് വാടകയ്ക്ക് എടുത്തതാണെങ്കിൽ വാടക കൊടുത്തതിന്റെ രസീത് ഞങ്ങൾ കണ്ടു. എന്തെങ്കിലും കരാറുണ്ടോ? കരാറിന്റെ കാര്യമൊന്നുമില്ല. കരാർ ഉണ്ടായാലും എനിക്കറിയില്ല. കരാർ ഉണ്ടാക്കുകയും വാടകയ്ക്ക് എടുക്കുകയും ചെയ്യുമെങ്കിൽ പ്രശാന്തിന്റെ പെശക്. അതിന്റെ ഒരു ആവശ്യമില്ല. വാടക കൊടുത്തിട്ടുണ്ട് 6500 മറ്റോ ആണ് വാടകയൊക്കെ. അത് കൊടുക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ അങ്ങനെയൊന്നും നമ്മുടെ അത് BJP-ക്കാർ ജയിച്ചു വന്നു കഴിഞ്ഞാലും കോൺഗ്രസ്സുകാർ ജയിച്ചു വന്നു കഴിഞ്ഞാലും CPM-കാർ ജയിച്ചു വന്നു കഴിഞ്ഞാലും അവർക്ക് ഈ ഓഫീസുകൾ ഫംഗ്ഷൻ ചെയ്യാനുള്ള അധികാര അവകാശമുണ്ട്. പ്രശാന്ത് മേയറായിരുന്ന അവസരത്തിലാണ് കോർപ്പറേഷൻ കൗൺസിലർമാർക്ക് ഇങ്ങനെ ഒരു സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കുന്നത് തീരുമാനിക്കുന്നത് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇരിക്കെ ഞാനൊരു സംശയം ചോദിക്കട്ടെ. അതായത് ഇപ്പോ അവര് കോർപ്പറേഷൻ കൗൺസിലറായിട്ട് ജയിച്ചു വന്നു, റിട്ടയർഡ് IPS ആണ്. അവർക്ക് ഇനിയിപ്പോൾ വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ ഒരു കണ്ണുള്ളത് കൊണ്ടാണോ അവിടുത്തെ MLA അവിടെ നിന്ന് ആദ്യം ഒഴിപ്പിച്ചേക്കാമെന്ന് തീരുമാനിച്ചത്? അല്ല, അതുകൊണ്ട് എനിക്കറിയില്ല. അവര് പിന്നെ തലപ്പത്ത് DGP റാങ്കിൽ ഇരുന്ന ആളല്ലോ അല്ലേ? അതെ അല്ലേ? ആ DGP റാങ്കിൽ ഇരുന്ന അവസരത്തിൽ പോലും അവർക്ക് ഒരു MLA-യുടെ ഓഫീസ് ഒഴിപ്പിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. പിന്നെയാണ് അവർ കൗൺസിലറായിട്ട് ഒഴിപ്പിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ സർക്കാരിന്റെ തീരുമാനം MLA അവിടെ തന്നെ തുടരും? സംശയമൊന്നും ആ കാര്യത്തില്ല. MLA തുടരും. അത് ഏത് പാർട്ടി? വിൻസെന്റ് MLA പ്രവർത്തിക്കുന്നുണ്ട് MLA ഓഫീസ്. അയാൾ അവിടെ തന്നെ തുടരും. ഞാൻ പ്രവർത്തിക്കുന്നത് ഞങ്ങൾ അവിടെ തന്നെ തുടരും. മറ്റൊരു MLA അവിടെ തന്നെ തുടരും. കോർപ്പറേഷൻ കൗൺസിലർമാർക്ക്
പിന്നെ റൂമുകളുണ്ടെങ്കിൽ അവർ അവിടെ തന്നെ തുടരും. അതെല്ലാം നാട്ടിലെ ജനങ്ങളെ സേവിക്കുന്നതിന് വേണ്ടിയാണ്. ജനങ്ങളുടെ ആവശ്യങ്ങൾ, പ്രശ്നങ്ങൾ പരിഹാരം കാണുന്നതിന് വേണ്ടി, ജനപ്രതിനിധികളെ കാണുന്നതിന് വേണ്ടി ഒരു സ്ഥലമാണ്. എല്ലാവരും ജനങ്ങൾക്ക് വേണ്ടിയല്ലേ ശ്രീ വി ശിവൻകുട്ടി? പിന്നെ എന്തിനാണ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെയുള്ള കലഹങ്ങളൊക്കെ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അറിവില്ലായ്മ സംഭവിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നു. ഓക്കെ, വളരെ നന്ദി മിനിസ്റ്റർ പ്രതികരിച്ചതിന്. അപ്പോൾ വി കെ പ്രശാന്ത് MLA ശാസ്തമംഗലത്തെ അതേ മുറിയിൽ തന്നെ തുടരും. അതാണ് സർക്കാരിന്റെ തീരുമാനമെന്ന് മന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ്.